നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പോലീസ് ആസ്ഥാനത്തെ ADGP ശ്രീജിത്തിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അഡ്മിനിസ്ട്രേഷൻ ഹെഡായി ADGP S ശ്രീജിത്തിന്റെ നിയമനം ആഭ്യന്തര വകുപ്പിൽ കനത്ത അതൃപ്തി ഉണ്ടാക്കിയതിനു പിന്നാലെയാണ് പോലീസ് സേനയിൽ വമ്പൻ അഴിച്ചുപണി. അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ ഉൾപ്പെടെ സകല ഫയലുകളും ഇനി മുതൽ S ശ്രീജിത്തിന് മുന്നിലേക്ക് നൽകേണ്ടതില്ല എന്നാണ് പോലീസ് മേധാവിയുടെ ഉത്തരവ്. രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ ഉൾപ്പെടെ സകല ഫയലുകളും ഇനി മുതൽ അഡ്മിനിസ്ട്രേഷൻ DGP സതീഷ് ബിനോയാണ് കൈകാര്യം ചെയ്യാൻ DGP ഏൽപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ അസാധാരണമായ നടപടിയാണിത്. പോലീസ് സേനയിലുണ്ടായ അതൃപ്തിയെ തുടർന്ന് വലിയ രീതിയിൽ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥന്റെ അധികാരം വെട്ടിക്കുറച്ചതിലേക്ക് എത്തിച്ച നടപടി ആഭ്യന്തര വകുപ്പ് ആദ്യമായാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതന്റെ ഇടപെടലാണ് S ശ്രീജിത്തിന്റെ പോലീസ് ആസ്ഥാനത്തെ നിയമനത്തിന് പിന്നിലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ പ്രത്യേക താൽപര്യത്തിലാണ് അതീവ നിർണായക സ്ഥാനത്തേക്ക് വിജിലൻസ് കേസിൽ പ്രതി കൂടിയായ ശ്രീജിത്ത് നിയമിതനായതെന്ന ആരോപണമുണ്ട്. താഴെത്തട്ടിലുള്ള പോലീസുകാർക്ക് പോലും അനഭിബന്ധനായ ഉദ്യോഗസ്ഥനായ ശ്രീജിത്തിന്റെ അധികാരം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഉത്തരവ് പോലീസ് സേനയിൽ പുകഞ്ഞ അതൃപ്തി തണുപ്പിക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ്. DGP ഹർഷിത അട്ടല്ലൂരിയാണ് പോലീസ് മേധാവിക്ക് വേണ്ടി ഇപ്പോൾ ഓർഡർ ഇറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം ശ്രീജിത്തിന് പ്രധാനമായും 2 ചുമതലകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഫയലുകളുടെ മേൽനോട്ടം മാത്രമാണ്. മറ്റൊന്ന്, ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോടെ മാത്രമുള്ള ഫോൺ നിരീക്ഷണവും. പിണറായിയെ പ്രതിനായകനാക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനാണ് ഇതിനെല്ലാം പിന്നിലെന്ന ആരോപണം ഉയർന്നിരുന്നു. നിയമനങ്ങളിലെ കൈകടത്തലിൽ P ശശിക്കെതിരെ പോലീസ് സേനയിലും വലിയ അതൃപ്തിയാണ് ഉണ്ടായിരുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി CPM ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് ചെറുതല്ല എന്ന തിരിച്ചറിവ് CPM ഉണ്ടായിട്ടുണ്ട്. രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ ചുമതലയിൽ നിന്നും ശ്രീജിത്തിനെ മാറ്റിയത് IPS ഉദ്യോഗസ്ഥരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് എന്നാണ് സൂചന. വിജിലൻസ് കേസിൽ ഉൾപ്പെടെ പ്രതിയായ ഉദ്യോഗസ്ഥനെ പോലീസ് ആസ്ഥാനത്തെ ADGP ആക്കിയതിൽ കടുത്ത അമർഷം മുതിർന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഉണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ മന്ത്രി KB ഗണേഷ് കുമാറിനോട് അപമര്യാദയെ പെരുമാറി എന്ന ആരോപണവും അടുത്തിടെ ശ്രീജിത്തിനെതിരെ പുറത്തു വന്നിരുന്നു. തുടർന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും ഉദ്യോഗസ്ഥരെ മാറ്റാൻ മന്ത്രി തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ശ്രീജിത്തിനെ സ്ഥലം മാറ്റാൻ സർക്കാർ നിർബന്ധിതമായത്. പക്ഷേ ആ സ്ഥലം മാറ്റലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനുമായുള്ള സൗഹൃദം കാരണം S ശ്രീജിത്തിന് പോലീസ് ആസ്ഥാനത്ത് തന്നെ അവസരം നൽകുകയായിരുന്നു. ഇതോടെ IPS ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ പ്രതിഷേധം ശക്തമായി. ഇതോടെ DGP തന്നെ നേരിട്ട് ഇടപെട്ട് ADGP അഡ്മിനിസ്ട്രേഷന്റെ അധികാരം വെട്ടിച്ചുരുക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ ശ്രീജിത്തിനേക്കാൾ വളരെ ജൂനിയറായ DIG സതീഷ് ബിനോയ്ക്കാണ് പോലീസ് ആസ്ഥാനത്ത് ഫലത്തിൽ കൂടുതൽ അധികാരം ലഭ്യമായിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോടതി ഉത്തരവിന്റെ ബലത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയായി TP സെൻകുമാർ വന്നപ്പോൾ തന്നെ പോലീസ് ആസ്ഥാനത്ത് സർക്കാർ താൽപര്യങ്ങൾ നടപ്പാക്കാൻ ADGP ടോമിൻ തച്ചങ്കരിയെ മുഖ്യമന്ത്രി നിയോഗിച്ചിരുന്നു. ഇത് പിന്നീട് തച്ചങ്കരിയും സെൻകുമാറും തമ്മിലുള്ള വലിയ തർക്കത്തിലേക്ക് വരെ കലാശിച്ചിരുന്നു. അന്ന് തച്ചങ്കരി ഇരുന്ന കസേരയിലാണ് ഇപ്പോൾ ഒരു അധികാരവുമില്ലാതെ ADGP ശ്രീജിത്തിന് ഇരിക്കേണ്ടി വന്നിരിക്കുന്നത്.